ഈ വർഷം നിങ്ങൾക്ക് മികച്ച അനുഗ്രഹങ്ങളുടെ വർഷമായിരിക്കും. വിശ്വസിക്കുവിൻ, എന്റെ മകളെ, എന്റെ മകനെ. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. അപ്പോൾ കർത്താവ് നിങ്ങൾക്കുള്ള അനുഗ്രഹം തന്റെ കരങ്ങളിൽ വെച്ച് തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞാൽ കർത്താവിന്റെ അനുഗ്രഹം തീർച്ചയായും ഇഷ്ടം പോലെ നിറഞ്ഞു കവിയുവോളം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഈ 2026 നിങ്ങൾക്ക് അത്ഭുതത്തിന്റെ വർഷമായിരിക്കണം, അനുഗ്രഹത്തിന്റെ വർഷമായിരിക്കണം, നിറഞ്ഞു കവിയുവോളം നന്മകൾ ലഭ്യമാകുന്ന വർഷമായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നന്മകൾ സാധ്യമാകുന്ന ഒരു വർഷമായിരിക്കണം. കർത്താവായ യേശു നിങ്ങളെ പരിപൂർണമായി അനുഗ്രഹിക്കണമെന്ന് നിങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ വർഷം നിങ്ങൾക്ക് തികഞ്ഞ അനുഗ്രഹങ്ങളുടെ വർഷമായിരിക്കും. വിശ്വസിക്കുവിൻ, കാരണം അനുഗ്രഹം നൽകുന്ന കർത്താവായ യേശു നിങ്ങളോടൊപ്പമുണ്ടല്ലോ. അവനാണിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഈ പുതിയ വർഷത്തിനായി കർത്താവ് കരുതിയിരിക്കുന്ന വാഗ്ദത്തം എന്താണ്? ആ വാഗ്ദത്തങ്ങളുടെ അനുഗ്രഹങ്ങൾ എന്താണ്? അതെങ്ങനെയാണ് സ്വന്തമാക്കാൻ കഴിയുക? ഓരോ വർഷവും നമ്മുടെ യേശു വിടുവിക്കുന്നു ശുശ്രൂഷയുമായി ബന്ധപ്പെടുകയും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന, സംഭാവന നൽകുന്ന, ശുശ്രൂഷയുമായി ചേർന്ന് പ്രവർത്തിച്ച് ശുശ്രൂഷയുമായി ഐക്യത്തിലുള്ള എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി തന്നെ ഒരു വാഗ്ദത്തം കർത്താവിൽ നിന്ന് ചോദിച്ചു വാങ്ങാറുണ്ട്. ആ വാഗ്ദത്തം പറഞ്ഞ് ഉത്സാഹിപ്പിച്ച് അവർക്കായി പ്രാർത്ഥിക്കാറുണ്ട്. അതേപോലെ തന്നെ കർത്താവ് അവരെ അനുഗ്രഹിക്കുന്നതും ഞാൻ കണ്ടുവരാറുണ്ട്. ജനങ്ങളും അത് അനുഭവിച്ചറിയുന്നുണ്ട്. കഴിഞ്ഞ വർഷം കർത്താവ് പറഞ്ഞിരുന്നു, ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കുമെന്ന്. അനേകം പേരുടെ ജീവിതത്തിൽ യേശു പ്രത്യക്ഷമായി വന്നവരെ സഹായിച്ച് വീടുകളിൽ അവരെ സമീപിച്ച് അത്ഭുതങ്ങൾ ചെയ്ത സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കേട്ടപ്പോൾ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ വാഗ്ദത്തം എനിക്കുള്ളതാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ആ വാഗ്ദത്തത്തിന്റെ അനുഗ്രഹം സ്വന്തമാക്കാൻ കഴിയും. എനിക്കിതിലൊന്നും വിശ്വാസമില്ല. കർത്താവിന്റെ കൂടെയുണ്ടല്ലോ, ദിവസവും ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത് മതിയെന്നുണ്ടെങ്കിൽ അതും തെറ്റല്ല. അത് നിങ്ങളുടെ വിശ്വാസം. നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെയാണ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുക. പക്ഷേ ദൈവം തന്ന വാഗ്ദത്തം എനിക്കുള്ളതാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വാഗ്ദത്തത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. ശരി, ഈ വർഷത്തേക്ക് കർത്താവ് എന്ത് വാഗ്ദത്തമാണ് കരുതിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിലെ 7-ാം വചനം. മത്തായി 7:7. ചോദിക്കെന്ന് പറയാറില്ലേ? ആ വചനം തന്നെയാണ്. യേശുക്രിസ്തു പറയുന്ന മനോഹരമായ ഒരു വചനം. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. കർത്താവ് പറയുകയാണ്, എന്റെ മകനെ, എന്റെ മകളെ, നീ യാചിച്ചാൽ നിനക്കത് കിട്ടും. നീ അന്വേഷിച്ചാൽ അത് കണ്ടെത്തും. നീ മുട്ടിയാൽ നിനക്ക് തുറക്കും. അപ്പോൾ കർത്താവ് നിങ്ങൾക്കുള്ള അനുഗ്രഹം തന്റെ കരങ്ങളിൽ സൂക്ഷിച്ച് കാത്തിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞാൽ കർത്താവിന്റെ അനുഗ്രഹം തീർച്ചയായും ഇഷ്ടം പോലെ നിറഞ്ഞു കവിയുവോളം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. 3 കാര്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട്: യാചിപ്പിൻ, അന്വേഷിപ്പിൻ, മുട്ടുവിൻ എന്ന്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഞാൻ അതിനുള്ള ഫലം നിങ്ങൾക്ക് നൽകുന്നതാണെന്ന് വാക്ക് നൽകുകയാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള അനുഗ്രഹം നിങ്ങൾ ചോദിച്ച് വാങ്ങേണ്ടതാണ് എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനാണ് കർത്താവ് ഈ വാഗ്ദത്തം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ആഴത്തിൽ പതിയേണ്ടതാണ്. ഒന്നാമത്തേത്, കർത്താവ് പറയുന്ന ആദ്യത്തെ കാര്യം, യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. എന്റെ മകനെ, നിനക്കെന്തു വേണം? മകളെ, നിനക്കെന്തു വേണം? നീ യാചിക്ക്, ഞാൻ നിനക്ക് നൽകാം എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ നിങ്ങൾ വായ തുറന്ന് ചോദിക്കണം. കർത്താവിൽ നിന്നൊരു നന്മ വേണമെന്നുണ്ടെങ്കിൽ ചിലര് വരാറുണ്ട്. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു വരും. എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചാൽ മിണ്ടാറേയില്ല. അവരിങ്ങനെ ഒന്നും മിണ്ടാതെയിരിക്കും. അടുത്തിരിക്കുന്ന മറ്റുള്ളവരായിരിക്കും സംസാരിക്കുന്നത്. ഇവര് വായ തുറക്കുകയേയില്ല. അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ വായ തുറന്ന് ചോദിക്കാതെ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതിന് കർത്താവിനെല്ലാം അറിയാമല്ലോ, അവനെല്ലാം അറിയുന്നവനല്ലേ എന്നൊക്കെ നമ്മൾ പല ഒഴിവ് കഴിവും പറയും. എന്നാൽ കർത്താവ് എന്താണ് പറയുന്നത്? എല്ലാം എനിക്കറിയാം, എങ്കിലും നീ ചോദിക്കണം.
നിനക്ക് എന്താണ് ആവശ്യമെന്ന് എനിക്കറിയാം. എങ്കിലും നീ ചോദിച്ചാൽ ഞാൻ നിനക്ക് നൽകും എന്നാണ് കർത്താവ് വാക്ക് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ വായ തുറന്ന് യാചിക്കണം. അതുമാത്രമല്ല, വിശ്വാസത്തോടെ യാചിക്കണം. യേശുവിന്റെ നാമത്തിൽ യാചിക്കണം. യേശുവിന്റെ പേരുച്ചരിക്കണം. യോഹന്നാൻ 14 അധ്യായത്തിലെ 14 വചനത്തിൽ യേശു എന്താണ് പറയുന്നത്? നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. യേശു എന്ന നാമം വിളിച്ച് നിങ്ങൾ അപേക്ഷിച്ചാൽ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് യേശു വാക്ക് തന്നിട്ടുണ്ട്. അതേപോലെ മത്തായി 21:22 നിങ്ങൾ പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും വിശ്വസിക്കണം. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് യേശു പറയുന്നു. അപ്പോൾ വായ തുറന്ന് യാചിക്കണം. യേശുവിന്റെ നാമം ഉച്ചരിച്ച് യാചിക്കണം. വിശ്വാസത്തോടെ യാചിക്കണം. അത്രയുള്ളൂ. കർത്താവിൽ നിന്നും സുലഭമായി അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. അപ്പോൾ ഇതിനു വേണ്ടിയാണ് കർത്താവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. എന്റെ മകനെ, മകളെ, നിനക്കെന്തു വേണമെങ്കിലും യാചിക്ക് എന്ന് കർത്താവ് പറയുന്നു. നിങ്ങൾ യാചിക്കുകയാണെങ്കിൽ കർത്താവിൽ നിന്നും തീർച്ചയായും അത് ലഭിക്കും. വേദപുസ്തകത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കോസ് 10 അധ്യായം 47-48 വചനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ, ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്ന് ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു ആ വഴി വരുന്നുണ്ട് എന്ന കാര്യം അറിഞ്ഞ ഉടനെ അവിടെ ഇരുന്നവൻ നിലവിളിച്ചു തുടങ്ങി. യേശുവേ, ദാവീദ് പുത്രാ എന്ന് പറഞ്ഞു വിളിക്കുകയാണ്. ആ പേര് പറഞ്ഞ് വിളിച്ച ഉടനെ ആദ്യം യേശു അത് കേട്ടില്ല. വലിയ ആൾത്തിരക്കുണ്ടായിരുന്നതുകൊണ്ട് കൂടുതൽ ഉച്ചത്തിൽ അയാൾ വിളിച്ചു. അപ്പോൾ യേശു കേട്ടിട്ട് ഉടനെ അയാളെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നു. അയാളെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് എന്താണ് ചെയ്യേണ്ടത്? ചോദിക്കൂ. നിനക്കെന്താണ് വേണ്ടത്? എന്നെ വിളിച്ചില്ലേ? ചോദിക്ക്. അപ്പോൾ അയാൾ വായ തുറന്ന് പറയണം, എനിക്ക് എന്തു വേണമെന്ന് അങ്ങേക്ക് അറിയില്ലേ കർത്താവേ എന്നയാൾ ചോദിച്ചില്ല. എനിക്ക് കാഴ്ച പ്രാപിക്കണം. യേശുവിനെല്ലാം അറിയാം. എങ്കിലും നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ വായിലൂടെ നിങ്ങൾ പറയണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതാണ് യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ യാചിക്കണം. അയാൾ യാചിച്ചു. കർത്താവ് ഉടനെ അയാൾക്ക് അത്ഭുതം ചെയ്ത് കാഴ്ചശക്തി നൽകി. അയാൾ സന്തോഷത്തോടുകൂടി പോയി എന്ന് നാം ഇവിടെ കാണുന്നു. മത്തായി 9 അധ്യായത്തിലെ 27-28 വചനങ്ങൾ വായിച്ചാൽ 2 കുരുടന്മാർ യേശുവിനെ വിളിച്ച് അപേക്ഷിച്ചു എന്ന് കാണാം. ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന്. അപ്പോൾ യേശുവിനെ ദാവീദ് പുത്ര എന്നവന്റെ നാമം വിളിച്ച് അപേക്ഷിച്ചു. അവരവന്റെ നാമം പറഞ്ഞ് യേശുവിനെ വിളിച്ച് യാചിച്ചു. അപ്പോൾ കർത്താവ് ചോദിച്ചു, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഉവ്വ് കർത്താവേ എന്നവർ പറഞ്ഞയുടനെ യേശു അത്ഭുതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ അയാളെ വിളിക്കണം. അതായത് വായ തുറന്ന് യാചിക്കണം. യേശുവിന്റെ നാമത്തിൽ യാചിക്കണം. അതുപോലെ വിശ്വാസത്തോടെ യാചിക്കണം. എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് നേടാൻ കഴിയും. സുഖം വേണോ? ഒരു സ്വാതന്ത്ര്യം വേണോ? ഒരു അനുഗ്രഹം വേണോ? ഒരു വിജയം വേണോ? ഒരു കാര്യം സാധ്യമാകണോ? ഒരു നന്മ നടക്കണമെന്നുണ്ടോ? എന്തു വേണമെങ്കിലും ശരി, നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടുകൂടി വായ തുറന്ന് യാചിച്ചാൽ തീർച്ചയായും നിങ്ങൾക്കത് ലഭിക്കും. കർത്താവ് നിങ്ങൾക്കത് നൽകാൻ തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾ വേദപുസ്തകം വായിച്ചാൽ മത്തായി 8 അധ്യായത്തിലെ ആദ്യത്തെ 3 വചനങ്ങളിൽ കുഷ്ഠരോഗം ബാധിച്ച ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്ന് കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുകയാണ്, യാചിക്കുന്നു. അയാൾ യാചിച്ചതിനാൽ അയാൾ സുഖം പ്രാപിച്ചു. അതുപോലെ മത്തായി 8 അധ്യായത്തിലെ 5-6 വചനങ്ങൾ വായിച്ചാൽ ഒരു ശതാധിപൻ വന്ന് തന്റെ ബാല്യക്കാരന് വേണ്ടി യാചിക്കുകയാണ്. അയാൾക്ക് സൗഖ്യം, ഒരത്ഭുതം, ഒരനുഗ്രഹത്തിനായി യാചിക്കുന്നു. കർത്താവ് അയാൾ യാചിച്ചതുപോലെ അയാളുടെ വിശ്വാസം കണ്ട് അയാൾക്ക് അത്ഭുതം ചെയ്ത് അയാളുടെ ബാല്യക്കാരന് സൗഖ്യം വരുത്തി എന്ന് നാം വായിക്കുന്നു. മത്തായി 15 അധ്യായത്തിലെ 22 വചനം മുതൽ വായിച്ചാൽ ഒരു കനാന്യ സ്ത്രീ വന്ന് തന്റെ മകൾക്ക് വേണ്ടി യേശുവിനോട് അപേക്ഷിക്കുകയാണ്, യാചിക്കുകയാണ്. വായ തുറന്ന്, ദാവീദ് പുത്ര, എന്റെ മകളോട് കരുണ തോന്നേണമേ, എന്റെ മകളെ സഹായിക്കണമേ, അവൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് യാചിക്കുന്നു. യേശു സൗഖ്യമാക്കി ആ മകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. മത്തായി 17 അധ്യായത്തിലെ 15 വചനത്തിൽ ഒരു പിതാവ് തന്റെ മകനു വേണ്ടി യേശുവിനോട് വന്ന് യാചിക്കുന്നു. യേശു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളി ആ മകൻ അത്ഭുതകരമായ സൗഖ്യം നൽകി. അങ്ങനെ യേശുവിങ്കൽ വന്ന് യാചിച്ച, വിശ്വസിച്ച ഓരോരുത്തരും അത്ഭുതങ്ങൾ സ്വന്തമാക്കി. ആരും തന്നെ വെറുതെ പോയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഒരത്ഭുതം നടക്കാൻ പോവുകയാണ്.
ഓരോ ദിവസവും അത്ഭുതം നടക്കാൻ പോവുകയാണ്. ഈ വർഷം മുഴുവനും അത്ഭുതത്തിന്റെ വർഷമായി തീരാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വാസത്തോടുകൂടി അവനോട് യാചിക്കും തോറും എല്ലാ കാര്യങ്ങളും സാധ്യമാകാൻ പോവുകയാണ്. അതാണ് നിങ്ങൾ യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടും എന്ന് യഹോവ പറയുന്നത്. അങ്ങനെ വിശ്വാസത്തോടുകൂടി യാചിക്കുമ്പോൾ തീർച്ചയായും കർത്താവ് നമുക്ക് അത്ഭുതം ചെയ്യില്ലേ? അതിലൊരു സംശയവുമില്ല. അതുപോലെ കോയമ്പത്തൂരിൽ ഒരു വ്യക്തിയുണ്ടായിരുന്നു. ചുടലമണി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു. 20 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ ഇടത് ചെവി കേൾക്കില്ല. ഒരു ചെവി 20 വർഷമായിട്ട് കേൾക്കില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ കാഴ്ചശക്തിക്കും മങ്ങലായി, കാഴ്ചശക്തിക്കും പ്രശ്നമായി തുടങ്ങി. മനസ്സിനെന്തൊരു ദുഃഖവും വേദനയുമായിരിക്കുമല്ലേ? അദ്ദേഹത്തിന് ഒരു ചെവിയും കേൾക്കില്ല, കാഴ്ചശക്തിയും മങ്ങിത്തുടങ്ങി, ആകെപ്പാടെ പ്രശ്നം. പക്ഷെ അദ്ദേഹത്തിന് ഭയങ്കര ഭക്തിയായിരുന്നു. അക്രിസ്ത്യാനിയായിരുന്നു. കുലദൈവത്തിനെയായിരുന്നു വിശ്വസിച്ചിരുന്നത്. സ്വന്തമായിട്ടൊരു ക്ഷേത്രം നിർമ്മിച്ച് കുലദൈവത്തെ പ്രതിഷ്ഠിച്ചു. അതുപോലെ പൂജയും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നതിൽ വളരെ ഭക്തിയായിരുന്നു. തന്റെ ഭക്തി വെളിപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന് യാതൊരു ലജ്ജയുമില്ല. ആ ഭക്തി വെളിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയായിരിക്കും അദ്ദേഹം പുറത്തു വരുന്നതും. അത്രയധികം ഭക്തിയായിരുന്നു. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ആ ദൈവത്തിനുള്ള വഴിപാടുകളൊക്കെ നടത്തി പൂജകളൊക്കെ ശ്രദ്ധയോടെ നടത്താറുണ്ടായിരുന്നു. ആ വീട്ടിലുള്ള അദ്ദേഹത്തിന്റെ 2 മക്കൾ യേശുവിനെ സ്വീകരിച്ച് ചർച്ചിലേക്ക് പോകാൻ തുടങ്ങി. അതിന് ഈ വ്യക്തി തടസ്സം നിന്നില്ല. കാരണം അദ്ദേഹവും ഒരു ഭക്തിവാനാണല്ലോ. ശരി, നിങ്ങൾക്ക് അവിടെയായിരിക്കാം ഭക്തി, എനിക്ക് നമ്മുടെ ഈ കുലദൈവത്തിനോടാണ് ഭക്തി എന്ന് പറഞ്ഞു. ചർച്ചിൽ മക്കളെ കൊണ്ടുവന്ന് വിടാറുണ്ട്. മക്കളോട് എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. പക്ഷേ ഈ മക്കൾ ഒരു ദിവസം നാലുമാവടിയിലുള്ള പ്രാർത്ഥനയ്ക്കായി വരാൻ ഒരുങ്ങുമ്പോൾ, ഞങ്ങളുടെ കൂടെ കൂട്ടിനൊന്ന് വരണം, അച്ഛൻ വെറുതെ കാണാൻ വേണ്ടി വന്നാ മതി, ധാരാളം തിരക്കുണ്ടാകും, അവിടെ എന്താ നടക്കുന്നെന്ന് കാണാൻ വെറുതെ ഞങ്ങളുടെ കൂടെ ഒന്ന് വന്നാ മതി എന്ന് പറഞ്ഞ ഉടനെ ശരി, എന്തായാലും മക്കൾ വിളിക്കുന്നതല്ലേ, ഒരു കൂട്ടിന് പോയിട്ട് വരാം, വെറുതെ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വരുകയും ചെയ്യാലോ എന്ന് പറഞ്ഞ് അദ്ദേഹവും കൂടെ പോയി. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ആയിരക്കണക്കിന് ജനങ്ങൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനായിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അതിശയം തോന്നി. ഇത്രമാത്രം ജനങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇതിലെന്തോ ഒരു കാര്യമുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ യേശുവിനെക്കുറിച്ച് പറഞ്ഞ് പ്രാർത്ഥന തുടങ്ങിയപ്പോൾ, നിങ്ങൾ യേശുവേ എന്ന് വിളിച്ചപേക്ഷിച്ചാൽ നിങ്ങൾക്ക് അത്ഭുതം ചെയ്യും, നിങ്ങൾ വിളിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞാൻ വഴി നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇദ്ദേഹം നോക്കിയപ്പോൾ അവിടെ ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്, കരഞ്ഞപേക്ഷിക്കുകയാണ്, എല്ലാവരും മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തോ ഒരു കാര്യമുണ്ട്, എനിക്കും 20 വർഷമായിട്ട് ഈ ചെവി കേൾക്കുന്നില്ല, ഞാനും ഒന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് കണ്ണുകൾ അടച്ച് ആദ്യമായിട്ട് യേശുവേ, എനിക്ക് 20 വർഷമായിട്ട് ചെവി കേൾക്കുന്നില്ല, ഈ ചെവിയൊന്ന് കേൾപ്പിച്ച് തരാമോ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്ന്. ഇയാൾ എപ്പോഴാണ് പ്രാർത്ഥിക്കുക, ഞാൻ ഇയാൾക്ക് എപ്പോഴാണ് അത്ഭുതം ചെയ്യേണ്ടത് എന്ന് യേശു കാത്തിരിക്കുകയായിരുന്നു. യേശുവേ, എന്റെ ചെവിക്ക് അങ്ങൊരു അത്ഭുതം ചെയ്യുകയില്ലേ, എന്റെ ഈ ചെവി കേൾക്കണമേ എന്ന് പറഞ്ഞ ഉടനെ കർത്താവിന്റെ ശക്തി അദ്ദേഹത്തെ തൊട്ടു. ഉടനെ തന്നെ ചെവി കേൾക്കാൻ തുടങ്ങി. ചുറ്റുപാടുമുള്ളവരൊക്കെ പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്നുണ്ട്, എല്ലാം വ്യക്തമായി കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വലിയ ഒരു അതിശയമായി. 1 മിനിറ്റ് മാത്രം യേശുവേ എന്ന് ഞാൻ ആ പേര് വിളിച്ച് അപേക്ഷിച്ചു, ഉടനെ എനിക്ക് യേശു ഉത്തരം തന്നല്ലോ. അപ്പോൾ അടുത്തതായി ഇനി കണ്ണുകൾക്കായി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന കേട്ടപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു വിശ്വാസവും ഉണ്ടായി. എന്റെ കണ്ണിന് കാഴ്ചശക്തി നൽകണേ, 2 വർഷമായിട്ട് എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല യേശുവേ എന്ന് വിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവിന്റെ കരം അദ്ദേഹത്തെ തൊട്ടു. 2 അത്ഭുതം. കേൾക്കാതിരുന്ന ചെവി കേൾക്കാൻ തുടങ്ങി, അന്ധമായിരുന്ന കണ്ണുകൾ തുറന്ന് കാഴ്ചശക്തി ലഭിച്ചു. എത്ര വലിയൊരു സന്തോഷമാണെന്ന് കണ്ടില്ലേ? ഇതെങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയത്? യേശുവിങ്കൽ അദ്ദേഹം യാചിച്ച് നേടിയെടുത്തതാണ്. നിങ്ങളും യാചിച്ചാൽ നിങ്ങൾക്ക് യേശു അത്ഭുതം ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോയി ചോദിച്ചാൽ അവരോട് ചോദിക്കാൻ പറയൂ എന്ന് യേശു പറയും. നിങ്ങളും കൂടി പ്രാർത്ഥിച്ചാലേ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന ഫലപ്രദമായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കണം. ഇന്ന് നിങ്ങൾ ചോദിക്കാമോ? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? സൗഖ്യം വേണോ? സ്വാതന്ത്ര്യം വേണോ? ചോദിക്കുക. യേശുവേ എന്ന് വിളിക്കുക. വിശ്വാസത്തോടെ ചോദിക്കുക. നിങ്ങൾ അത്ഭുതം കാണുന്നതാണ്. മറ്റൊരു സഹോദരന്റെ കാര്യം പറയാം. ആ സഹോദരൻ തിരുപ്പത്തൂരിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് തിരുമാൽ എന്നാണ്. അദ്ദേഹവും അക്രൈസ്തവ കുടുംബത്തിലുള്ള വ്യക്തിയാണ്, നല്ല ഭക്തിവാനാണ്. അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രശ്നം 15 വർഷമായിട്ടൊരു കുഞ്ഞില്ല. അതായിരുന്നു പ്രശ്നം. ധാരാളം പേർ ഈ വർഷമെങ്കിലും ഒരു ഗർഭഫലം കിട്ടുകയില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കുക.
ഇദ്ദേഹത്തിന് 15 വർഷമായിട്ടൊരു കുഞ്ഞില്ല. മനസ്സിന് വല്ലാത്ത വിഷമം. മറ്റുള്ളവർ പറയുന്ന പല കുത്തുവാക്കുകളും കളിയാക്കി സംസാരിക്കുന്നതുമൊക്കെ കാരണം ആദ്യം ആശുപത്രികൾ കയറിയിറങ്ങി. പല സ്ഥലങ്ങളിലും പല ചികിത്സകളും നോക്കി. പണം ചിലവായതല്ലാതെ കാര്യം ഒന്നും നടന്നുമില്ല, അനുഗ്രഹവും കിട്ടിയില്ല. ഇനി ദൈവമേ ഉള്ളൂ ഒരു വഴിയെന്ന് പറഞ്ഞ് ആരൊക്കെ ഏതൊക്കെ സ്ഥലങ്ങൾ പറഞ്ഞോ അവിടെയെല്ലാം പോയി കണ്ട് വഴിപാടുകൾ നടത്തി. ഒരുപാട് പണം ചിലവാക്കി. ഭാര്യയുമായിട്ട് പോയിട്ട് ഒരുപാട് പൂജകൾ നടത്തി. പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്തു. പല ദൈവങ്ങൾ, അവരങ്ങനെ ചെയ്യാൻ പറയും, ഇവരിങ്ങനെ ചെയ്യാൻ പറയും, എല്ലാം ചെയ്തു നോക്കി. പല ദൈവങ്ങളോടും വിളിച്ചപേക്ഷിച്ചു നോക്കി. ഒന്നും ഫലം കണ്ടില്ല, അനുഗ്രഹവും കിട്ടിയില്ല. ഒന്നും ശരിയായില്ലെങ്കിൽ ചാണ്ടിയെ വിളിച്ച് കാര്യം നോക്കുക എന്ന് പണ്ടുള്ളവർ പറഞ്ഞതുപോലെ മന്ത്രവാദിയുടെ അടുത്ത് പോയാ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുമെന്ന് ആരോ പറഞ്ഞപ്പോൾ മന്ത്രവാദിയുടെ അടുത്ത് പോയി. അയാൾ ആയിരക്കണക്കിന് പണം എണ്ണി വാങ്ങിച്ച് മന്ത്രവാദം ചെയ്യാൻ മേലസ് തരാന്നൊക്കെ പറഞ്ഞ് എല്ലാം ചെയ്തു നോക്കിയിട്ടും ഒരു പ്രയോജനവുമില്ല. അങ്ങനെ എല്ലാം തന്നെ തോൽവി, നിരാശ, വിരക്തി എന്നിവയൊക്കെയായി. വൈദ്യശാസ്ത്രവും കൈവിടിഞ്ഞു, ദൈവങ്ങളും കൈവിടിഞ്ഞു. മന്ത്രവാദിയെ കണ്ടിട്ടും ഒന്നും നടന്നില്ല. മനസ്സ് തകർന്നുപോയി. മരിക്കുന്നതാണിനി നല്ലത് എന്ന് വിചാരിച്ച് ജീവിതത്തോട് തന്നെ ഒരു വെറുപ്പ് തോന്നി. അപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത്, എല്ലാ ദൈവങ്ങളെയും വിളിച്ചു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു അവിടെയൊക്കെ പോയി, അമ്പലങ്ങളിൽ പോയി എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചു വിളിച്ചു. ഈ ക്രിസ്ത്യാനികൾക്കൊരു ദൈവമുണ്ടല്ലോ, യേശു ക്രിസ്തു എന്ന്. ആ ദൈവത്തെ നമ്മൾ വിളിച്ചില്ലല്ലോ. എന്നാൽ ഇനി അതും കൂടി നോക്കാന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് തോന്നിയിട്ട് ഭാര്യയോട് കാര്യം പറഞ്ഞു. നമ്മൾ എല്ലാ ദൈവങ്ങളെയും വിളിച്ചു നോക്കി. ഈ ക്രിസ്ത്യാനികൾക്ക് യേശു ക്രിസ്തു എന്ന ഒരു ദൈവമുണ്ടല്ലോ, ആ ദൈവത്തോടും കൂടി നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ. അതിനവരും സമ്മതിച്ചു. പക്ഷെ എവിടെയാണ് അന്വേഷിക്കുക? അപ്പോഴാണ് ആരോ പറഞ്ഞത്, വരുവിൻ പ്രാർത്ഥിക്കാമെന്ന ഒരു പരിപാടി വരുന്നുണ്ട്, ടിവിയിൽ സംപ്രേഷണമുണ്ടെന്ന്. അങ്ങനെ അവർ ആ പരിപാടി കണ്ടുകൊണ്ടിരുന്നപ്പോൾ യേശുവിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലായി. ചില ആഴ്ചകളിൽ അവരത് തുടർച്ചയായി കണ്ടു. യേശുവിനെക്കുറിച്ച് അപ്പോൾ അവർക്കൊരു വ്യക്തമായ ധാരണ കിട്ടി. ഒരു ദിവസം അവർ ഗർഭഫലത്തിനായിട്ട് പ്രാർത്ഥിച്ചപ്പോ ഭാര്യയും ഭർത്താവും രണ്ടുപേരും കണ്ണുനീരോടുകൂടി യേശുവിനെ വിളിച്ചപേക്ഷിച്ചു. യേശുവിനോട് അവർ യാചിച്ചു, അങ്ങേക്കു വേണ്ടി വളർത്തുവാൻ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരയണമേ എന്ന് യാചിച്ചു. കർത്താവ് ആ പ്രാർത്ഥന കേട്ട് അവരെ അനുഗ്രഹിച്ചു. കർത്താവ് അവർക്ക് സന്താന ഭാഗ്യം നൽകി അവരെ സന്തോഷിപ്പിച്ചു. ദുഃഖമെല്ലാം മാറി, അപമാനമെല്ലാം മാറി, അവരുടെ നിരാശയെല്ലാം മാറി. വലിയൊരു സന്തോഷമായിരുന്നു അത്. അതാണ് കർത്താവ് നിങ്ങൾക്കും ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇന്ന് അവനോട് വിശ്വാസത്തോടു കൂടി യാചിപ്പിൻ. യാചിക്കുന്ന ഏവർക്കും കിട്ടുമെന്ന് കർത്താവ് പറയുന്നു. യാചിക്കുന്നതാരായാലും അവർക്ക് കിട്ടും. കർത്താവ് നിങ്ങൾ ആരാണ്, എന്ത് ജാതിയാണ്, എന്ത് മതമാണ്, നിങ്ങളുടെ കുടുംബമേതാണ് എന്നൊന്നും നോക്കുകയേയില്ല. നിങ്ങളുടെ ഹൃദയമാണ് അവൻ നോക്കുന്നത്. വിശ്വാസമുണ്ടോ? നിങ്ങൾ നേരുള്ള ഒരു ഹൃദയത്തോടെയാണോ വിളിക്കുന്നത്? കർത്താവ് അത് മാത്രം നോക്കി നിങ്ങൾക്ക് അത്ഭുതം ചെയ്യുന്നതാണ്. ഓരോ ദിവസവും അത്ഭുതം നടക്കും. വിശ്വാസത്തോടുകൂടി നിങ്ങളത് യാചിച്ച് നേടണം. രണ്ടാമതായി കർത്താവ് പറയുന്നത്, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും എന്ന്. നമ്മൾ എന്ത് അന്വേഷിക്കണം എന്ന് ചോദിച്ചാൽ, കളഞ്ഞുപോയാൽ അന്വേഷിക്കണം. എന്തെങ്കിലും വസ്തു കളഞ്ഞുപോയാൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന് പറയാറുണ്ട്. നന്നായിട്ട് തേടണമെന്ന് പറയാറില്ലേ? ഇവിടെ അന്വേഷിപ്പിൻ എന്നാ നിങ്ങൾ കണ്ടെത്തും എന്ന് കർത്താവ് പറഞ്ഞില്ലേ? അവൻ എന്തിനെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത്? യിരെമ്യാവ് 29-ാം അധ്യായത്തിലെ 13ഉം 14ഉം വചനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ യഹോവ ഇവിടെ പറയുന്നത് ഇതാണ്: നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും എന്നാണ് യഹോവ പറയുന്നത്. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അതായത് കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ അന്വേഷിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ എന്നെ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തും. അതാണിവിടെ പറയുന്നത്. നിങ്ങൾ എന്നെ കണ്ടെത്തും, ഞാൻ എന്നെ വെളിപ്പെടുത്തും എന്ന് യഹോവ പറയുന്നത്. അപ്പോൾ യേശുവിനെ നമ്മൾ അന്വേഷിക്കണം. അവന്റെ മുഖത്തെ അന്വേഷിക്കുക എന്ന് 2 ദിനവൃത്താന്തം 7:14 നമുക്ക് കാണാം. അവന്റെ മുഖം അന്വേഷിക്കുവിൻ. നമ്മിൽ പലരും അവന്റെ അനുഗ്രഹമാണ് അന്വേഷിക്കുന്നത്. അവന്റെ കൈവശമുള്ള നന്മകൾ നേടാനാണ് ആഗ്രഹിക്കുന്നത്. അവനെ നമ്മൾ അന്വേഷിക്കണം. അവനാണ് മധുരമുള്ളവൻ, മഹത്വമുള്ളവൻ. അവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ഉള്ളതുപോലെയാണ്. അതുപോലെ അതുകൊണ്ട് അവനെ നമ്മൾ അന്വേഷിക്കണം. ദാനിയേൽ 9-ാം അധ്യായത്തിലെ 3-ാം വചനം വായിക്കുകയാണെങ്കിൽ, ദാനിയേൽ തന്റെ വയസ്സുകാലത്ത് പോലും അദ്ദേഹം കർത്താവിനെ അന്വേഷിക്കുന്നതിനായി ഉപവസിച്ചു എന്നുപോലും കാണാം. യഹോവയെ കാണണം, യഹോവയോട് സംസാരിക്കണം, യഹോവയോടൊരു കാര്യം ചോദിക്കാനുണ്ട് എന്നുള്ളതിനു വേണ്ടി. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിച്ചാൽ എന്നെ നിങ്ങൾ കണ്ടെത്തും എന്ന് പറയുന്നു. പക്ഷേ ചിലര് പറയാറുണ്ട്, ദൈവത്തെ ഒന്നും കാണാൻ പറ്റില്ല. ദൈവത്തെ ആരെങ്കിലും കണ്ടു?
യേശുവിനെ കണ്ടു എന്നൊന്നും പറഞ്ഞാൽ വിശ്വസിക്കരുത്, വെറുതെ പറ്റിക്കുന്നതാണെന്നൊക്കെ പറയും. അതിനും ഒരു വചനമുണ്ട്, അതായത് യോഹന്നാൻ 1 അധ്യായത്തിലെ 18 വചനം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഈ ഒരു വചനം പറഞ്ഞാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഇവര് വെറുതെ പറഞ്ഞു പറ്റിക്കുന്നതാണ്, ദൈവത്തെ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ലെന്ന് പറയും. എന്നാൽ യഹോവ പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിച്ചാൽ എന്നെ നിങ്ങൾ കണ്ടെത്തും, ഞാൻ നിങ്ങൾക്ക് ദൃശ്യമായിരിക്കുമെന്ന് യഹോവ പറയുന്നു. ഇതിലേതാണ് സത്യം? അതുപോലെ അപ്പോസ്തല പ്രവൃത്തികൾ 9 അധ്യായത്തിൽ ആ ശൗൽ എന്ന ചെറുപ്പക്കാരന് യേശു ദർശനമരുളി, വെളിച്ചമായി ദർശനം നൽകി, നേരിട്ട് സംസാരിച്ചല്ലോ, സംസാരിച്ചവന്റെ ജീവിതം മാറ്റി ഒരു ശുശ്രൂഷകനാക്കിയില്ലേ? എന്നുവെച്ചാൽ കർത്താവ് ഒരു മനുഷ്യനെ സമീപിക്കുന്നത് സത്യമാണ്. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ തന്നെ വെളിപ്പെടുത്തുമെന്നത് സത്യമാണ്. അവനെ കാണാൻ കഴിയും, ദർശിക്കാൻ കഴിയും, അവന്റെ ശബ്ദം കേൾക്കാൻ കഴിയും. എന്നാൽ അതിനായി നാം സ്വയം തയ്യാറെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണം, ദാഹത്തോടെ അന്വേഷിക്കണം, സ്വാർത്ഥതയില്ലാതെ തന്നെ കർത്താവിനെ തേടണം. അപ്പോഴേ കർത്താവ് സ്വയം വെളിപ്പെടുത്തുകയുള്ളൂ. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരു 100 വർഷങ്ങൾക്ക് മുൻപ് പഞ്ചാബിൽ, ഇന്ത്യയിലെ വടക്കൻ സംസ്ഥാനമായ പഞ്ചാബിൽ ലുധിയാന എന്ന നഗരത്തിനടുത്തായിട്ട് രാംപൂർ എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ ഒരു വലിയ പണക്കാരനായ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരേ ഒരു മകനാണ്, സുന്ദർ എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും നല്ല ഭക്തിയാണ്, നല്ലവണ്ണം ദൈവത്തെ ആരാധിക്കുന്നവരാണ്. കൊച്ചുനാൾ മുതലേ തന്റെ മകന് ദൈവഭയവും ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്താണ് വളർത്തിയത്. അങ്ങനെ അദ്ദേഹത്തിന് ദൈവത്തെക്കുറിച്ചൊരു ദാഹമുണ്ടായി. പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചു. ഈ പയ്യൻ ചെറുപ്പക്കാരനായിരുന്നപ്പോ ഒരമ്മയുടെ സ്നേഹം നഷ്ടപ്പെട്ടതിനാൽ അവന് വല്ലാത്ത ദുഃഖമായി. ജീവിതം തന്നെ നഷ്ടപ്പെട്ടതുപോലെയൊരു തോന്നൽ. അപ്പോൾ ഈ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കി കൊടുത്ത്, എനിക്കൊരാശ്വാസമായിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ദൈവം മാത്രമാണ്. ഉടനെ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങി. അമ്മ പറഞ്ഞ ദൈവത്തെ അന്വേഷിച്ചു. അതിനുവേണ്ടി പല മതത്തെ സംബന്ധിച്ച പുസ്തകങ്ങളെല്ലാം വാങ്ങി, അതൊക്കെ വായിച്ച് ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങി, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒന്നിലൂടെയും അവനൊരു ബലം കിട്ടിയില്ല. ഇന്ത്യയിൽ ഓരോ മതങ്ങൾക്കും അതിൻ്റെതായ പുസ്തകങ്ങളുണ്ടല്ലോ, മതത്തെ സംബന്ധിച്ച പുസ്തകങ്ങൾ. അതെല്ലാം വാങ്ങി വായിച്ചു. ആ ദൈവങ്ങളെല്ലാം വിളിച്ച് അപേക്ഷിച്ചു നോക്കി. എന്നിട്ടൊന്നും ഒരു സംതൃപ്തിയുമില്ല. അങ്ങനെ വളരെ ദാഹത്തോടുകൂടി ദൈവത്തെ തേടി 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 അവന്റെ ഉള്ളിലൊരു വാഞ്ച. ദൈവത്തെ കാണണം, അവനോട് സംസാരിക്കണം, അവനാണ് എന്റെ ആശ്വാസം, എന്റെ അമ്മയും അപ്പനുമെന്ന് പറഞ്ഞ് ദൈവത്തെ അന്വേഷിച്ചു. പക്ഷേ എല്ലാം നിരാശയായിരുന്നു. അങ്ങനെ അവസാനം അവന് വല്ലാത്ത വിരക്തി തോന്നി. അവന്റെ മുറി വീടിന്റെ മുകളിലത്തെ നിലയിലായിരുന്നു. ആ റൂമിലാണ് അവൻ ഇരിക്കാറുള്ളത്. അവനിങ്ങനെ പറഞ്ഞു, നാളെ നേരം വെളുക്കുമ്പോഴേക്കും ദൈവമെന്നൊരാൾ ഉണ്ടെങ്കിൽ എന്നെ വന്ന് അവൻ കാണണം, എനിക്കവനെ കാണണം, അവനോട് സംസാരിക്കണം. അങ്ങനെയല്ലെങ്കിൽ ഞാൻ ട്രെയിനിന്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് തീരുമാനിച്ചു. അത്രയധികം ദൈവത്തെക്കുറിച്ചുള്ളയൊരു ദാഹമായിരുന്നു അവന്റെ ഉള്ളിൽ. രാത്രി അവൻ തന്റെ മുറിയിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ദൈവമെന്നറിയില്ല. പല ദൈവങ്ങളെക്കുറിച്ചും പല അവതാരങ്ങളെക്കുറിച്ചും ഗ്രന്ഥങ്ങളിലൊക്കെ വായിച്ച് മനസ്സിലാക്കിയതുകൊണ്ട് അവനായിരിക്കുമോ ഇവനായിരിക്കുമോ, അവനാണോ ഇവനാണോ, ഏതോ ഒരാൾ, ദൈവമെന്നൊരാളുണ്ട്, അവനെ എനിക്ക് കാണണം, അവനെ എനിക്ക് ദർശിക്കണം, അവനെ എന്റെ ജീവിതത്തെ ശരിയാക്കാൻ പറ്റൂ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകളോളം ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം നേരം പുലരുകയാണ്. അവൻ പറഞ്ഞിരുന്നത്, അടുത്ത ദിവസം രാവിലെ ഇത്ര മണിക്കുള്ളിൽ ദൈവം എന്നെ വന്ന് കാണണം, അങ്ങനെയല്ലെങ്കിൽ തന്നെ വെളിപ്പെടുത്തി എന്നെ കാണിച്ചു തരണം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത് മരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ദാഹത്തോടെ അന്വേഷിക്കുകയാണ്. ആ പുലർകാല സമയത്ത്, ദാഹത്തോടുകൂടി അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ആ മുറിക്കുള്ളിൽ ഒരു പ്രകാശമായ വെളിച്ചം. അവൻ ഭയന്നുകൊണ്ട് ആ വെളിച്ചത്തിലേക്ക് നോക്കി. ആ വെളിച്ചത്തിനുള്ളിൽ അവനൊരു രൂപം കണ്ടു. ആ രൂപം സംസാരിക്കുകയാണ്. ഞാനാണ് യേശു, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം. പൂർണ്ണ ഹൃദയത്തോടെ നീ എന്നെ അന്വേഷിച്ചതിനാൽ ഞാൻ വെളിപ്പെടുത്താനായി വന്നതാണെന്ന് പറഞ്ഞ് അവൻ സ്വയം വെളിപ്പെടുത്തി. അവന് യേശുവിനെ കണ്ടപ്പോഴേക്കും വളരെയധികം സന്തോഷമായി. അവനൊട്ടും പ്രതീക്ഷിച്ചതേയില്ല. കാരണം യേശു വിദേശ ദൈവമല്ലേ, നമുക്ക് ബന്ധമില്ലല്ലോ എന്നാണ് വിചാരിച്ചിരുന്നത്. നമ്മുടെ ഇന്ത്യയിൽ എത്രയോ ദൈവങ്ങളുണ്ടല്ലോ, അതിലൊരു ദൈവം തന്നെ കാണാൻ വരുമെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ യേശുവാണ് യഥാർത്ഥ ദൈവം, തന്നെ സമീപിച്ചിരിക്കുന്ന ദൈവമെന്നറിഞ്ഞ് അതിനുശേഷം അവന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടായി.
തന്റെ ജീവിതകാലം മുഴുവനും യേശുവിനെ ശുശ്രൂഷിക്കാനായി സമർപ്പിച്ചു. വിവാഹം പോലും കഴിക്കാതെ സാധു സുന്ദർ സിംഗ് എന്നുള്ള പേരിൽ അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ചു. അങ്ങനെ ആ ദൈവപുരുഷൻ യഹോവയെ സന്ദർശിച്ച പല അനുഭവങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ തമിഴ്നാട്ടിലെ രാമനാഥപുരത്തിൽ ഒരു യുവാവ്, അവൻ ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും അവന് കൊച്ചുനാള് മുതലേ ദൈവവിശ്വാസം എന്നൊന്നില്ലായിരുന്നു. അതുകൊണ്ട് അവിശ്വാസികളായിട്ടുള്ളവരുടെ ഒരു കക്ഷി, അതിലവൻ അംഗത്വം സ്വീകരിച്ചു. ആ അവിശ്വാസികളുടെ കൂടെ ഇരുന്ന് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദൈവവിശ്വാസമൊന്നുമില്ല, പിന്നെ മദ്യപാനവും പുകവലിയുമൊക്കെ ആയിട്ട് അങ്ങനെയാണ് അയാളുടെ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഒരു ദിവസം യേശു അയാളെ സമീപിച്ചു. കർത്താവ് അവനെ സമീപിച്ച് തന്നെ വെളിപ്പെടുത്തി. അപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു രക്ഷയുടെ സന്തോഷമുണ്ടായി. പാപത്തിൽ നിന്നും അവന് സ്വാതന്ത്ര്യം കിട്ടി. ഇപ്പോൾ അവന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഈ സാധു സുന്ദർ സിംഗ് എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെല്ലാം വാങ്ങി വായിച്ചപ്പോ അവന്റെ ഉള്ളിൽ ഒരു ദാഹമുണ്ടായി. എങ്ങനെ കർത്താവായ യേശു സ്വയം ഒരു മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുന്നു എങ്കിൽ എനിക്കും അവൻ വെളിപ്പെടുത്തണം എന്നുള്ള ഒരു ദാഹം അവന്റെ ഉള്ളിലുണ്ടായി. അങ്ങനെ അവൻ ദാഹത്തോടുകൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് അങ്ങയെ കാണണം, അങ്ങയെ ദർശിക്കണം, അങ്ങ് എന്നോട് സംസാരിക്കണം കർത്താവേ എന്ന് പറഞ്ഞു. ഒരു ദിവസം വീട്ടിൽ പറഞ്ഞു, ഇന്ന് രണ്ടിലൊന്ന് തന്നെ, ഞാൻ ദൈവ മുൻപാകെ പോയി കാത്തിരിക്കാൻ പോവാണ്. കർത്താവ് എന്നോട് സംസാരിക്കണം. എത്ര നേരമായാലും എത്ര ദിവസമായാലും വന്ന് വാതിൽ തുറക്കരുത്, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, വെള്ളം മാത്രം മതിയെന്ന് പറഞ്ഞ് വെള്ളമെടുത്ത് മുറിയിൽ വെച്ച് വാതിലടച്ച് കർത്താവിനെ അന്വേഷിക്കാൻ തുടങ്ങി. കർത്താവേ, അങ്ങ് വന്ന് എന്നോട് സംസാരിക്കണം. ഇപ്പോൾ ഒരു രാജാവിന്റെ കാര്യം തന്നെ എടുത്താൽ പ്രജകളെല്ലാവരും രാജാവിനെ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ സാരമില്ല. ഒരു യജമാനന്റെ കാര്യമെടുത്താൽ ജോലിക്കാരെല്ലാവരും യജമാനനെ കണ്ടിട്ടുണ്ടാവണമെന്നില്ല. യജമാനനെ കാണാത്ത ജോലിക്കാരുമുണ്ട്, അങ്ങനെയും ആവാം. എന്നാൽ അങ്ങ് എന്നെ മകനെ എന്നല്ലേ വിളിക്കുന്നത്? അപ്പോൾ അങ്ങ് പിതാവല്ലേ? ഒരു പിതാവിന്റെ മുഖം മകൻ കാണാതിരുന്നാൽ അത് ശരിയാണോ? നിന്റെ പിതാവാണ്, നിനക്കറിയാമോ? കർത്താവെന്തോ നിന്റെ പിതാവാണെന്ന് പറയുന്നല്ലോ, നീ കണ്ടിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും? അതുകൊണ്ട് അങ്ങ് എന്തായാലും എന്നോട് സംസാരിക്കണം, എനിക്ക് അങ്ങയെ കാണണം, എനിക്ക് ആ ഒരു അനുഭവം വേണം എന്ന് പറഞ്ഞ് ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കുറേ നേരം, മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന് മുൻപാകെ കാത്തിരുന്ന് പൂർണ്ണ ഹൃദയത്തോടെ ദാഹത്തോടെ അവനെ അന്വേഷിച്ചതിനാൽ ആ മുറിക്കുള്ളിലേക്ക് പ്രകാശമായ ഒരു വെളിച്ചം വരുന്നത് അവൻ കണ്ടു. ആ പ്രകാശത്തിന് നടുവിൽ മിന്നൽ പോലെ ഒരു രൂപം ദൃശ്യമാകുന്നു. അതായത് ഒരു മിന്നൽ, ലൈറ്റനിങ് പോലെ ഒരു രൂപം കാണുന്നു. അതിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ മനസ്സിലായി യേശുവിനെ പോലെയുള്ള ഒരു രൂപമാണ്. അതിൽ നിന്നും യേശു സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ചു എന്ന് മാത്രമല്ല, തന്നെ വെളിപ്പെടുത്തി എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഒരു പ്രവാചകനായി കർത്താവ് അഭിഷേകിച്ച് വെളിപ്പെടുത്തിക്കൊണ്ടുവരികയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ വിൻസെന്റ് സെൽവകുമാർ അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവം തന്നെയാണ് ഇത്. അതായത് യഹോവ സ്വയം വെളിപ്പെടുത്തി തന്നെ കാണിച്ചു കൊടുത്ത് താനാണ് ജീവനുള്ള ദൈവം എന്ന് വ്യക്തമാക്കി കൊടുത്തു. അപ്പോൾ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയും. ഞാൻ പറഞ്ഞതുപോലെ യോഹന്നാൻ 1:18 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഈ വചനം പലരും പറയാറുണ്ട്. ആർക്കും കാണാൻ പറ്റില്ലെന്ന് ബൈബിളിലല്ലേ, ആരും കണ്ടിട്ടില്ല എന്ന്. ആരാണിങ്ങനെ പറയുന്നതെന്നോ? മടിയന്മാരായ ക്രിസ്ത്യാനികൾ, പ്രാർത്ഥിക്കാത്ത ക്രിസ്ത്യാനികൾ പറയുന്നതാണിത്. വെറുതെ പേരിനൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും അങ്ങനെയുള്ള ക്രിസ്ത്യാനികൾ. കർത്താവിന്റെ മുഖം അന്വേഷിക്കണം, കാണാനായി കാത്തിരിക്കണം, അവന്റെ ശബ്ദം കേൾക്കണം, അത്തരം ചിന്തയൊന്നുമില്ലാത്തവർ. എന്നാൽ ഈ വചനത്തിന്റെ അവസാനത്തെ ഭാഗം നോക്കൂ. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശു പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതായത് പിതാവായ ദൈവം, അദൃശ്യനായ ദൈവം, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ, അവനെ കാണാൻ പറ്റില്ല, അവൻ പരിശുദ്ധാത്മാവാണ്. എന്നാൽ അവനെ നമുക്ക് വെളിപ്പെടുത്താനാണ് യേശു മനുഷ്യനായി വന്നത്. അവനെ കാണാൻ കഴിയും, അവനെ ദർശിക്കാൻ കഴിയും, അവന്റെ ശബ്ദം കേൾക്കാൻ കഴിയും. അതാണ് കർത്താവ് പറയുന്നത്. അടുത്ത വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, യേശു ക്രിസ്തു അവനെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന്. അതിനാൽ യേശുവിനെ നിങ്ങൾക്ക് ദർശിക്കാം, അവന്റെ ശബ്ദം കേൾക്കാം. അവൻ നിങ്ങൾക്കെപ്പോഴും ഉപദേശങ്ങൾ നൽകി മനോഹരമായി വഴി നയിക്കുന്ന അത്ഭുതവാനായ ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ അവനെ കണ്ടെത്താൻ സാധിക്കും. അവൻ നിങ്ങളോട് സംസാരിക്കും, നിങ്ങളെ ഗൈഡ് ചെയ്യും,
നിങ്ങളെ വഴി നയിക്കും. നിങ്ങൾക്കവനെ ദർശിക്കാൻ കഴിയും, ശബ്ദം കേൾക്കാൻ കഴിയും. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുക, വാഞ്ഛയോടെ തേടുക, കരുതലോടെ തേടുക. കർത്താവിനെ അന്വേഷിക്കുക, വചനങ്ങളെ ധ്യാനിച്ച് അവനെ തേടുക. നിങ്ങൾ അവനെ കണ്ടെത്തുന്നതാണ്. ഇനി മൂന്നാമതായി, മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ഇപ്പോൾ കർത്താവ് പറയുകയാണ്, മകനെ, മകളെ, മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും എന്ന് കർത്താവ് പറയുകയാണ്. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നോക്കിയാൽ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിലെ 5-ാം വചനം മുതൽ വായിച്ചു നോക്കിയാൽ, ഒരു മനുഷ്യൻ തന്റെ അയൽവാസിയായ സ്നേഹിതന്റെ വീട്ടിലേക്ക് പോകുന്നു. സ്നേഹിതന്റെ വീടിന്റെ വാതിലിൽ മുട്ടുന്നു. എന്താ എന്ന് അകത്തുനിന്ന് അയാൾ ചോദിക്കുന്നു, എന്താ കാര്യമെന്ന്. എന്റെ ഒരു സ്നേഹിതൻ വന്നിട്ടുണ്ട്, കഴിക്കാൻ കൊടുക്കാൻ ഒന്നുമില്ല, നീ എനിക്കൊരു സഹായം ചെയ്യാമോ? 3 അപ്പം വായ്പ തന്നാൽ എന്റെ സ്നേഹിതന് ഞാൻ വിശപ്പടക്കാനായി കൊടുക്കും എന്ന് പറഞ്ഞ് അത് വായ്പയായി ചോദിക്കുന്നു. എനിക്കത് തരാമോ എന്ന്. വീട്ടിനകത്തിരിക്കുന്ന സ്നേഹിതൻ പറയുന്നു, ഇല്ലില്ല, ഇപ്പൊ എനിക്ക് വരാൻ പറ്റില്ല, ഞാനും കിടന്നു, മക്കളെല്ലാം കിടന്നു, ഇപ്പൊ എണീറ്റ് വരാൻ പറ്റില്ല, ഡിസ്റ്റർബൻസ് ആകും, പറ്റില്ല എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാലും ആ സ്നേഹിതൻ കേണപേക്ഷിക്കുകയാണ്. അയാളുടെ വീട്ടിൽ ചെന്ന് ഇയാൾ കേണപേക്ഷിക്കുകയാണ്. ലജ്ജ കൂടാതെ ചോദിക്കുന്നു, അല്ല, എന്റെ സ്നേഹിതൻ വന്നിട്ടുണ്ട്, വിശന്നിരിക്കുകയാണ്, എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, എന്തെങ്കിലും അവന് കൊടുക്കണം എന്ന് കേണപേക്ഷിച്ചതുകൊണ്ട് ശരി, ഞാൻ എന്തെങ്കിലും നിനക്ക് തരാമെന്ന് പറഞ്ഞ് അയാൾക്ക് കൊടുത്തു എന്ന് നമ്മൾ കാണുന്നു. ഇത് തന്നെയാണ് യേശു പറഞ്ഞത്, നിങ്ങളും മുട്ടുവിൻ, എന്നാൽ തുറക്കുമെന്ന്. മുട്ടുക എന്നാൽ എന്താണെന്നറിയാമോ? നിങ്ങൾക്കായിട്ടല്ല, നിങ്ങളുടെ സ്നേഹിതർക്കായി, സ്വന്തം ബന്ധങ്ങൾക്കായി, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ജനങ്ങൾക്കായി, ഗ്രാമത്തിലുള്ള ജനങ്ങൾക്കായി, അല്ലെങ്കിൽ നഗരത്തിലുള്ള ജനങ്ങൾക്കായി, നിങ്ങളുടെ രാജ്യത്തുള്ള ജനങ്ങൾക്കായി കർത്താവിന്റെ വാതിലിൽ മുട്ടണം. മുട്ടണം, മുട്ടണം, മുട്ടി, കർത്താവേ, ഈ ജനങ്ങളോട് കരുണ കാണിക്കണേ, ഇവരോട് ക്ഷമിക്കണേ, ഇവരെ രക്ഷിക്കണേ, ഇവരും അങ്ങയുടെ മക്കളായി മാറണമെന്ന് പറഞ്ഞ് വാതിലിൽ മുട്ടണം. അതായത് മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുക എന്നത്. മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമായി കരുതി കർത്താവിനോട് അപേക്ഷിക്കുന്നതാണത്. അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്കായി ദൈവമുൻപാകെ നിന്ന് അവന്റെ വീടിന്റെ വാതിലിൽ നാം മുട്ടിയാൽ, സ്വർഗലോകത്തിന്റെ വാതിലിൽ മുട്ടിയാൽ കർത്താവ് തീർച്ചയായും ഉത്തരം തരും. അതാണ് 1 തിമോത്തിയോസ് 2-ാം അധ്യായം 1ഉം 2ഉം വചനങ്ങളിൽ പറയുന്നത്. സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അയൽ വീട്ടിലുള്ളവർ, എതിർ വീട്ടിലുള്ളവർ, കൂടെ ജോലി ചെയ്യുന്നവർ, കൂട്ടുകാർ, ബന്ധുക്കൾ, ഒരുപക്ഷെ നിങ്ങൾക്ക് ആരാണെന്ന് പോലും അറിയാത്ത ജനങ്ങൾ, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ മുന്നിലില്ലേ? അവർക്ക് വേണ്ടി കർത്താവിന്റെ മുൻപാകെ ചെന്ന് കർത്താവിന്റെ വാതിലിൽ മുട്ടുവിൻ, അവർ രക്ഷ പ്രാപിക്കണം, അങ്ങയെ വെളിപ്പെടുത്തണം. കർത്താവേ, ഈ ആത്മാക്കളെയെല്ലാം എനിക്ക് വേണം എന്ന് നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത്ഭുതം നടക്കും. അതുപോലെ രാജ്യം ഭരിക്കുന്ന നേതാക്കന്മാർക്കും അധികാരത്തിലിരിക്കുന്നവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ രാജ്യത്ത് സ്വസ്ഥതയും സമാധാനവും അച്ചടക്കവും ഉണ്ടാകും. അതിനാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായാണ് കർത്താവ് കാത്തിരിക്കുന്നത്. നിങ്ങൾ യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവിൻ, നിങ്ങൾക്ക് തുറക്കും. അതേപോലെ തന്നെ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വാക്ക് തന്നതുപോലെ നിങ്ങൾ മുട്ടുമോ? മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ആത്മാക്കൾ രക്ഷപ്രാപിക്കാൻ വേണ്ടിയും ശാപപാപങ്ങളിലുള്ള ജനങ്ങൾ മോചനം നേടാൻ വേണ്ടി നിങ്ങൾ മുട്ടിപ്പായി അപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ മാറ്റങ്ങളും അത്ഭുതങ്ങളും നിങ്ങൾ കാണുന്നതാണ്. അതാണ് കർത്താവ് നിങ്ങളോട് പറയുന്നത്. ഈ വർഷം എന്റെ മക്കളെ, നിങ്ങൾ യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും, ഞാൻ നിങ്ങൾക്കെന്നെ വെളിപ്പെടുത്തും, മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. മറ്റുള്ളവർക്കായി കർത്താവിന്റെ വാതിലിൽ മുട്ടി, ഈ ജനങ്ങൾക്ക് അത്ഭുതം നടക്കണം, ഈ ജനങ്ങൾ രക്ഷപ്രാപിക്കണം, ഈ ജനങ്ങൾക്ക് അങ്ങയെ വെളിപ്പെടുത്തണേ എന്ന് മറ്റുള്ളവർക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് അത്ഭുതം ചെയ്യുന്നത് നിങ്ങൾ കാണുന്നതാണ്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് നൽകിയ വാഗ്ദത്തത്തിനായി സ്തോത്രം. ഈ വർഷത്തിലെ ഓരോ ദിവസവും ഈ വാഗ്ദത്തത്തിന്റെ അനുഗ്രഹം ഞങ്ങൾ കാണണം, അതനുഭവിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വർഷത്തിലെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്റെ മകനെ, എന്റെ മകളെ, നീ മുട്ടുമ്പോൾ അത് തുറക്കുന്നതാണ്.
നീ യാചിക്കുമ്പോൾ അത് കിട്ടുന്നതാണ്. കർത്താവ് പറയുന്നു, നീ അന്വേഷിക്കുമ്പോൾ നിനക്ക് വെളിപ്പെടുത്തപ്പെടുന്നതാണ്, നീ എല്ലാം കണ്ടെത്തും. നാം ഇപ്പോൾ കർത്താവിനോട് ചോദിക്കാൻ പോകുന്നു, പറ്റുമെങ്കിൽ മുട്ടുകുത്തി നിൽക്കുക, അല്ലെങ്കിൽ ഇരുന്നുകൊണ്ട് ഈ പുതിയ വർഷത്തെ വാഗ്ദത്തത്തിൽ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. കർത്താവേ, ഞാനുമിതാ വിശ്വാസത്തോടെ യാചിക്കുകയാണ്, വിശ്വാസത്തോടെ അപേക്ഷിക്കുന്നു. ഈ കാര്യത്തിൽ എനിക്കൊരത്ഭുതം നടക്കണമേ എന്ന് യാചിക്കുവിൻ. യാചിക്കൂ, യാചിക്കൂ, യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടുകൂടി ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിശ്വാസത്തോടുകൂടി അവനോട് യാചിക്കുവിൻ. കർത്താവേ, ഈ കാര്യം ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് വേണം, ഇതങ്ങെനിക്ക് ചെയ്തു തരയണമേ എന്ന് യാചിക്കുവിൻ. ഒരുപക്ഷേ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി പ്രാർത്ഥിക്കണം, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കായി, മറ്റുള്ള ബന്ധുക്കൾക്കായി, സ്വന്തത്തിലുള്ളവർക്കായി, അല്ലെങ്കിൽ അയൽവീട്ടിലുള്ളവർക്കായി. അവരൊന്നും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, അവർക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അവർക്കായി പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ അവന്റെ വാതിലിൽ ശക്തമായി മുട്ടുവിൻ. നിങ്ങളുടെ ആ പ്രാർത്ഥന കർത്താവ് തീർച്ചയായും കേട്ട് ഉത്തരം തന്ന് അനുഗ്രഹിക്കുന്നതാണ്. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുവിൻ, വാതിലിൽ മുട്ടുവിൻ. കർത്താവെ, തുറക്കേണമേ, അവരും രക്ഷ പ്രാപിക്കട്ടെ, അവരും അഭിഷേകം നേടട്ടെ, അങ്ങയുടെ വരവിനായി തയ്യാറാകട്ടെ. കർത്താവെ, അങ്ങവരെ തൊടേണമേ, ഞാൻ അതിനായി യാചിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുവിൻ. അന്വേഷിക്കുവിൻ പൂർണ്ണ ഹൃദയത്തോടെ, ദാഹത്തോടെ, വാഞ്ഛയോടെ. കർത്താവെ, അങ്ങയെ ഞാൻ അന്വേഷിക്കുകയാണ്, അങ്ങയുടെ മുഖം അന്വേഷിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങയെ വെളിപ്പെടുത്തേണമേ. കർത്താവിനോട് നിങ്ങൾ യാചിക്കും തോറും ഇതാ അത്ഭുതം നടക്കുകയാണ്. നിങ്ങൾ ആ അത്ഭുതം നേടുകയാണ്. ഈ വർഷം എന്ത് അനുഗ്രഹമാണ് വേണ്ടത്? ഈ അനുഗ്രഹം വേണം, ഈ തടസ്സങ്ങൾ മാറണം, ഇന്ന കാര്യത്തിൽ അത്ഭുതം നടക്കണം. നിങ്ങൾ എന്തു ചോദിച്ചാലും അതിൽ നിങ്ങൾ അനുഗ്രഹം നേടുന്നതാണ്. അതിനാണ് അവൻ കുരിശിൽ മരിച്ചത്. കുരിശിൽ നമുക്കായി അവനെല്ലാം ചുമന്നു തീർത്തിരിക്കുന്നു. അതിനാൽ ഇന്ന് നിങ്ങൾ അവനോട് യാചിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും. മുട്ടിപ്പായി പ്രാർത്ഥിക്കുവിൻ. പിതാവേ, ഈ മകനു വേണ്ടി, ഈ മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങ് നൽകിയ വാഗ്ദത്തത്തിനായി സ്തോത്രം. മഹത്വം നിറഞ്ഞ ഈ വാഗ്ദത്തത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ ജനങ്ങൾ സ്വന്തമാക്കട്ടെ. അവർക്ക് ഈ വാഗ്ദത്തങ്ങളുടെ അനുഗ്രഹം ഫലിക്കണമേ. അതിനുവേണ്ടി, ഈ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവർ യാചിക്കുന്ന ഓരോ കാര്യത്തിലും അത്ഭുതം നടക്കട്ടെ. സൗഖ്യം യാചിക്കുകയാണ്, സുഖമുണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. സ്വാതന്ത്ര്യം യാചിക്കുന്നു, സ്വാതന്ത്ര്യം ലഭിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, അനുഗ്രഹം യാചിക്കുകയാണ്, ആ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. തടസ്സങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. അനുഗ്രഹം ഉണ്ടാവട്ടെ. അങ്ങനെ ചെയ്യുന്നതിനായി അങ്ങേക്ക് സ്തോത്രം. കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ അന്വേഷിക്കുകയാണ്. അങ്ങയുടെ മുഖം കാണണം, അങ്ങയെ ദർശിക്കണം, അങ്ങയുടെ ഉപദേശം നേടണമെന്ന് പറയുന്നവർക്ക് അങ്ങയെ വെളിപ്പെടുത്തണമേ. അവർക്ക് അങ്ങ് ദർശനം നൽകണമേ. അവരെല്ലാവരും അങ്ങയെ അറിയട്ടെ. കർത്താവേ, അങ്ങയെ ഇവർക്ക് വെളിപ്പെടുത്തി കാണിച്ച് ഇവരുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴി കാണിച്ചു കൊടുക്കുവാനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അങ്ങനെ ചെയ്യുന്ന സ്നേഹത്തിനായി നന്ദി. കർത്താവെ, മുട്ടുവിനെന്നാൽ തുറക്കുമെന്നങ്ങ് പറഞ്ഞില്ലേ? പൂട്ടുകളുമായി ഇവർ വന്ന് നിൽക്കുകയാണ്. യേശുവേ, അങ്ങയോട് യാചിച്ച കാര്യത്തിൽ ഒരു അത്ഭുതം നടക്കുവാനായി നിൽക്കുകയാണ്. കർത്താവെ, ഗ്രാമത്തിനായി, നഗരത്തിനായി, തന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കായി, ബന്ധുക്കൾക്കായി ദുഃഖത്തോടുകൂടി അങ്ങയോട് യാചിച്ചവർക്കായി പ്രാർത്ഥിക്കുന്നതിനാൽ അവരെയെല്ലാം അങ്ങ് തൊടയണമേ. അവർക്കെല്ലാം അങ്ങയെ വെളിപ്പെടുത്തണേ. ആത്മീയമായ മാറ്റം ഉണ്ടാകട്ടെ. കർത്താവ് അവരെ അങ്ങനെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവെ, ഇന്നേ ദിവസം മുതൽ ഇവർ യാചിക്കുന്നതെല്ലാം നൽകണമേ. അവരന്വേഷിക്കുന്നത് കണ്ടുപിടിക്കട്ടെ. മുട്ടുമ്പോൾ അങ്ങ് തുറന്നു കൊടുക്കണമേ. അത്ഭുതങ്ങൾ കാണട്ടെ. ഇന്ന് തന്നെ അത്ഭുതങ്ങൾ കാണട്ടെ. സുഖം പ്രാപിക്കട്ടെ. അനുഗ്രഹമുണ്ടാവട്ടെ. നന്മയുണ്ടാവട്ടെ. കുടുംബം രക്ഷ പ്രാപിക്കട്ടെ. ഇവരെല്ലാവരും അത്ഭുതങ്ങൾ കണ്ട് സന്തോഷിക്കട്ടെ. ഓരോ ദിവസവും ഈ വാഗ്ദത്തത്തിന്റെ അനുഗ്രഹം അങ്ങയുടെ മക്കൾക്കുണ്ടാകുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുന്നു, നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. വർഷത്തിന്റെ ആദ്യ ദിവസം തന്നെ നിങ്ങൾ ദിവസവും ഈ വാഗ്ദത്തം പറഞ്ഞ് സ്തോത്രമർപ്പിച്ച് പ്രാർത്ഥിക്കുവിൻ. ദിവസവും നിങ്ങൾ അത്ഭുതങ്ങൾ കാണുന്നതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യത്തിലും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്ത് സന്തോഷിപ്പിക്കുന്നതാണ്. ആമേൻ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thoothukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com.
God bless you.